ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ കേരള സിലബസിൻ്റെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ ത്രികോണങ്ങൾ. ഏതാണ്? ത്രികോണങ്ങൾ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ട്രയാങ്കിൾ. എന്താണ്? ത്രികോണങ്ങൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമുക്ക് 3ാമത്തെ ചാപ്റ്റർ തുടങ്ങാം. 1ഉം 2ഉം ചാപ്റ്ററിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടായിരുന്നോ? എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും, മിക്കവാറുമുള്ള ക്വസ്റ്റ്യനും ആൻസറും എല്ലാം അതിനകത്തിൽ നല്ല രീതിയിൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് നോക്കി ഒന്ന് നല്ലപോലെ പഠിക്കണേ. കാരണം ഓണപരീക്ഷയ്ക്ക് മിക്കവാറും 3 ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ 1ഉം 2ഉം നമ്മൾ ഇട്ടിട്ടുണ്ട്. 3ാമത്തെ ചാപ്റ്റർ ചില കുട്ടികൾ ചോദിച്ചതുകൊണ്ടാണ്, സ്കൂളിൽ പകുതിയായെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 3ാമത്തെ ചാപ്റ്റർ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മൾ പഠിക്കുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ത്രികോണങ്ങൾ. എന്തുവാ ഈ ത്രികോണങ്ങൾ? നമുക്ക് ആദ്യം അത് എന്താണെന്ന് പഠിച്ചിട്ട് ബാക്കി കാര്യത്തിലോട്ട് പോകാം കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ ഈ ത്രികോണങ്ങൾ? ഞാൻ ഈ ഇംഗ്ലീഷിൽ എഴുതിയത് കണ്ട് മലയാളം മീഡിയക്കാർ ഇണീച്ച് പോകണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ എല്ലാം മലയാളത്തിലാണ് പറയുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അന്നേരം ചോദിക്കുക, എന്നാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് അല്ലേ? ഞാൻ പഠിപ്പിക്കുന്നത് കാരണം ഇതെന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിനി അങ്ങോട്ട് ട്രയാങ്കിളുകളെ കുറിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. നമുക്ക് ആദ്യമേ ബേസ് പഠിക്കണം കേട്ടോ. ഒരു ത്രികോണം എന്നാൽ എന്താണ്? കൂടുതൽ പറഞ്ഞ് ഞാൻ നിരക്കുന്നില്ല. എന്താ കുഞ്ഞുങ്ങളെ ഈ ത്രികോണങ്ങൾ? അതായത് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്ലോസ്ഡ് ഫിഗർ ബൗണ്ടഡ് ബൈ 3 ലൈൻസ് സെഗ്മെൻറ്റ് ഈസ് കാൾഡ് എ ട്രയാങ്കിൾ. എന്താ നിങ്ങൾ ഒരു ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണല്ലോ. ഇതിൻ്റെ എങ്ങും തുറന്നിരിക്കുന്നില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾ ഞാൻ പറയാം. നോക്കിക്കേ, ഇതെല്ലാം നോക്കിക്കേ, ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെയും എല്ലാം ക്ലോസ്ഡ് ആണല്ലോ. ഇനിയും 3 ലൈൻ സെഗ്മെൻറ്റ്. എന്ത് ഈ ലൈൻ സെഗ്മെൻറ്റ്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ? ഏതാണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇതാണ്ട് എ ബി എന്നിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇങ്ങനെ വരയിടുന്നതാണ് ലൈൻ സെഗ്മെൻറ്റ്. തന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരുന്നതിന് എന്താ പറയുന്നത്? ലൈൻ സെഗ്മെൻറ്റ് കേട്ടോ. അങ്ങനെ വരുന്ന, അതായത് 2 പോയിന്റിൽ വന്ന് നിൽക്കുന്നുണ്ട് ഈ വരയില്ലേ, അതാണ് ലൈൻ സെഗ്മെൻറ്റ്. അങ്ങനെ ഇവിടെ എത്ര ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടോ? ഞാൻ ഇവിടുന്ന് ഇവിടെ വരെ 1, ഇവിടുന്ന് ഇവിടെ വരെ 1, ഇവിടുന്ന് ഇവിടെ വരെ 1, അങ്ങനെ 3 കണ്ടോ. 3 ലൈൻ സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് എന്താ? ട്രയാങ്കിൾ. മലയാളത്തിൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്താണ്? നോക്കിക്കേ, ഇത് നോക്കിക്കേ, ക്ലോസ്ഡ് ഫിഗറാണ് അല്ലേ? പിന്നോ ബൗണ്ടഡ് ബൈ 3 ലൈൻ സെഗ്മെൻറ്റുമാണ്. ഇതെന്താണെന്ന് പരീക്ഷയ്ക്ക് ഒരിക്കലും നിങ്ങൾക്ക് ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്താണെന്ന് ചോദിക്കത്തില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, ഒരു ത്രികോണത്തിന് എത്ര സൈഡ് ഉണ്ട് നോക്കിയേ. ഇവിടെ ഒരു സൈഡ് അല്ലേ? 1, 2, 3 ആണല്ലോ. സൈഡ് എന്താണെന്ന് വെച്ചാൽ അറിയാമോ നിങ്ങളെ? വശങ്ങൾ. നോക്കിക്കേ, ഇങ്ങോട്ട് ഇത് ഒരു വശം, ഇത് 1, ഇതൊന്ന്, അങ്ങനെ മൊത്തം 3 വശം ആണല്ലോ. സൈഡ് 3 വശം. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ പേര് പറയും കുഞ്ഞുങ്ങളെ? സൈഡ് എ ബി ആണല്ലോ. പിന്നോ ബി സി, പിന്നോ എ സി. ഇതിനെ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ സി ബി, ബി എ സി അല്ലെ സി എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മൾ നോർമലി എന്താണ്, ഓരോന്നിനും ഓരോ രീതിയുണ്ട് അല്ലേ? അപ്പോൾ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് പറയുന്നതാണ് അതിൻ്റെ നല്ലത്. എയും ബി, എ ബി, അതുപോലെ തന്നെ ബി സി, പിന്നെ നമ്മൾ സി എന്ന് പറയലും നല്ലത് എ സി എന്ന് പറയുന്നതാണ് കേട്ടോ. തിരിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും അപ്പോൾ സൈഡ് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒരു ട്രയാങ്കിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് സത്യത്തിൽ നിങ്ങളുടെ ടെസ്റ്റിലില്ല. പക്ഷേ നിങ്ങൾ ത്രികോണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തുവാണ് ഈ ത്രികോണം കേട്ടോ, ആദ്യം അത് പഠിക്കണം. അപ്പോൾ ത്രികോണത്തിൻ്റെ സൈഡ് മനസ്സിലായോ നിങ്ങളെ? സൈഡിൻ്റെ പേര് മനസ്സിലായല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല ഞാൻ പറഞ്ഞത്. എന്താണ് ട്രയാങ്കിൾ എന്നാൽ എന്തൊന്നും ചോദിക്കത്തില്ല. പക്ഷെ നമുക്കറിയണം. നോക്ക്, ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്. അപ്പോൾ സൈഡ് ഓക്കെ ആണോ? ഈ സൈഡിൻ്റെയൊക്കെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ ആണോ നിങ്ങളെ? ആണല്ലോ. ഇനി എന്താണ് വെർട്ടെക്സ്? എന്താണ്? ഈ ഒരെണ്ണത്തിന് മാത്രം ഒരു പോയിന്റ് വരത്തില്ലേ? ഈ ഒരു പോയിന്റിന് മാത്രം പറയുന്ന പേരാണ് വെർട്ടെക്സ്. എന്താണ് വെർട്ടെക്സ്? നമ്മൾ ഈ മൂല എന്നൊക്കെ പറയത്തില്ലേ? ഇവിടെ ഒരു മൂല, ഇവിടെ ഒരു മൂല എന്നൊക്കെ മലയാളത്തിൽ പറയത്തില്ലേ? അപ്പോൾ ആ കോർണർ അല്ലേ? അപ്പോൾ ഇതിന് 1, 2, 3 ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വെർട്ടിസസ് എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ? ഒന്നാണെങ്കിൽ വെർട്ടെക്സ് ആണ്. ഇവിടെ ഒന്നേ ഉള്ളോ? അല്ല. എത്ര? 1, 2, 3 എണ്ണം ഉള്ളത് കൊണ്ട് അതിനെ എന്ത് പറഞ്ഞു? വെർട്ടിസസ്. ഏതൊക്കെയാണ് ഇവിടുത്തെ? എ ബി സി. അതിന് സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഇനിയും എത്ര ആംഗിളുകളുണ്ടോ നിങ്ങൾ ഇതിനകത്തിൽ? ഒരു ത്രികോണത്തിന് എപ്പോഴും 3 ആംഗിളുണ്ട് അല്ലേ? ഇവിടെ ഏതാണ്? ഇത് ആംഗിൾ എ, ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി
അല്ലേ? ആംഗിൾ എ, ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. ഇനി നമ്മൾ അതിനെ സാധാരണ രീതിയിൽ ഒരു ആംഗിൾ പറയുന്നത് എപ്പോഴും എന്താണ്, 3 വെച്ചാൽ. കാരണം നോക്കിക്കേ, ആംഗിൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ആംഗിൾ എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണോ, നമ്മൾ ഏതിനെയാണോ എടുക്കുന്നത്. ഇപ്പം നോക്കിക്കേ, ഒരു എക്സാമ്പിൾ, ഈ ബി എ ആണ്. ബി എയുടെ ആംഗിൾ എഴുതാനാണെങ്കിൽ നമ്മൾ എന്താ, ഈ ബി വേണം നടുക്ക് എഴുതാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു 60 ഡിഗ്രി ഇവിടെ തന്നെന്ന് വെച്ചു. എന്താ, 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എ ബി സി. കാരണം ഏതാണോ തരുന്നത് അത് വേണം ഇടയ്ക്കെന്ന് ഉദ്ദേശിച്ചതാണ്ട് ഇതാവും നിങ്ങൾ ഈ ഇടയ്ക്ക് എഴുതുന്നത് കേട്ടോ. ഇപ്പം മനസ്സിലായോ? ഇപ്പം ഞാൻ ഇവിടെ ഒരു 40 തന്നെങ്കിൽ എങ്ങനെ എഴുതാം? ഇത് നടുക്ക് വരണ്ടേ, അപ്പോൾ എങ്ങനെ എഴുതും? എ സി ബി എന്ന് എഴുതും. ഞാൻ ഇവിടെ ഒരു 20 തന്നെങ്കിലോ, മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? ഏത് വശമാണോ നമുക്ക് തരുന്നത് അപ്പോൾ ആ വശം വേണം അതിൻ്റെ നടുക്കായിട്ട് വരാൻ. മനസ്സിലായി? ഇപ്പോൾ 3 വേണമെന്ന് പറഞ്ഞല്ലോ. ആംഗിൾ എന്ന് വെച്ചാൽ 3 വേണം. 3 എന്ന് വെച്ചാൽ എന്താണ്? ആ 3 സൈഡാണ് അല്ലേ? 3 സൈഡ് എന്ന് വെച്ചാൽ 3 വെർട്ടെക്സ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആദ്യമേ എന്താണ്, ഈ ഫസ്റ്റ് ബി എടുക്കുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? എ ബി സി, ആംഗിൾ എ ബി സി. ഇനി നമ്മൾ സി ആ എടുക്കുന്നെങ്കിലോ, സി എ നടുക്ക് വരണമെങ്കിൽ എന്ത് വരണം? ബി സി എ അല്ലെങ്കിൽ എ സി ബി എന്നും പറയാം കേട്ടോ. ഇനി നമ്മൾ ആരെയാ എ എടുക്കുന്നെങ്കിലോ, ഒന്നുകിൽ സി എ ബി എന്നോ അല്ലെങ്കിൽ ബി എ സി എന്നോ പറയാം. അപ്പോൾ ഈ 3 എന്താ പറയുന്നത്? ആംഗിളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ, സൈഡ് ഏതാണ്, വെർട്ടിസസ് ഏതാണ്, ആംഗിൾ ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ. ആ ടൈപ്പുകൾ സൈഡിൻ്റെ അടിസ്ഥാനത്തിലുമുണ്ട്, ആംഗിളുകളുടെ അടിസ്ഥാനത്തിലുമുണ്ട് കേട്ടോ. എന്താണ് ടൈപ്പ്? സൈഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ സൈഡിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയാങ്കിളിനെ 3 തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ. ആ സ്പെല്ലിങ് നല്ലപോലെ പഠിക്കണം നിങ്ങളെ. എന്താ ഐസോസെലസ് ട്രയാങ്കിൾ? സ്പെല്ലിങ് ഉണ്ടോ? അതിൻ്റെ മലയാളം എന്താ നിങ്ങളെ? സമപാർശ്വ ത്രികോണം. മലയാളം മീഡിയക്കാർക്ക് എന്താണ്? സമപാർശ്വ ത്രികോണം. അതായത് ഐസോസെലസ് ട്രയാങ്കിളിലെ സമപാർശ്വ ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 സൈഡുകൾ ഒരുപോലെ ആയിരിക്കും. ഇഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് കാൾഡ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ട് ഇങ്ങനെ ഒരു വര ഇട്ട് ഇത് കണ്ടോ? ഇതിൻ്റെ അർത്ഥം ഇത് രണ്ടും ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ ആരാണ്? എ ബിക്ക് ഈക്വൽ ആണ് എ സി. ഞാനൊരു എക്സാമ്പിളോട് പറയാം കുഞ്ഞുങ്ങൾ. ഏതാണ്ട് ഇതിപ്പോൾ ഞാൻ റഫായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക. മനസ്സിലായോ? ഞാൻ ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്താ, ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. അതിൻ്റെ 2 സൈഡ് കണ്ടോ ഒരേപോലെ ആണെങ്കിൽ അതിൻ്റെ പേരെന്താ? ഐസോസെലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. ഒരെണ്ണം കൂടെ ഞാൻ പറയാം. എവിടെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ഒരു 7 കൊടുക്കുക, ഇവിടെ 7 കൊടുക്കുക, ഇവിടെ 3 കൊടുക്കുക കേട്ടോ. മനസ്സിലായപ്പം ഏതെങ്കിലും 2 വശങ്ങൾ, 2 സൈഡുകൾ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയുന്നത്? ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. അത് കേൾക്കുമ്പോഴേ അറിയാം. ഈക്വൽ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ 3 സൈഡും ഒരുപോലെ വരുന്ന. ഇഫ് ഓൾ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് കാൾഡ് എന്താ? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. എക്സാമ്പിൾ എങ്ങനെ പറയാം നിങ്ങളെ? 3 സൈഡും ഒരുപോലെയാണ്. പി ക്യൂവിന് ഈക്വൽ ആണ് ക്യു ആറിന് ഈക്വൽ ആണ് പി ആർ. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിലും പറയാം. എന്താണ്? പി ക്യൂവിന് ഈക്വൽ ആണ് ക്യു ആറിന് ഈക്വൽ ആണ് പി ക്യു. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ആംഗിൾ പിക്ക് ഈക്വൽ ആണ് ക്യൂവിന് ഈക്വൽ ആണ് ആർ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 വശവും, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5, ഇവിടെയും 5, അങ്ങനെ 3 വശവും തുല്യമായി വരുന്നതിന് എന്താ പറയുന്നത്? ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അതൊക്കെയാണോ? അടുത്ത 3 സൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. സൈഡിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയാങ്കിളിനെ 3 തിരിച്ചിട്ടുണ്ട്. 1 ഐസോസെലസ് ട്രയാങ്കിൾ, 2 ഈക്വലേറ്റർ ട്രയാങ്കിൾ, 3 സ്കെയിലൻ ട്രയാങ്കിൾ. ഈ ഐസോസെലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 വശങ്ങൾ ഒരേപോലെ വരണം. ഈക്വലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വശവും ഒരുപോലെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈക്വലേറ്റർ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ സ്കെയിലൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ വിഷമഭുജ ത്രികോണം. മലയാളത്തിൽ എന്താണ്? വിഷമഭുജ ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡും 3 രീതിയിൽ. ഇഫ് ഓൾ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 7, ഇവിടെ 6 എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് എന്താണ്? സെൻറ്റിമീറ്ററിലായിരിക്കും. ഇതിപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 7 ഇത് 6 3
മൂന്ന് രീതിയിൽ വരുന്നതിന് എന്താ കുഞ്ഞുങ്ങളെ? സ്കെയിൽ ആൻഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ വിഷമഭുജ ത്രികോണം. അപ്പം നമ്മൾ സൈഡിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയാങ്കിളിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നത് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിളിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ തിരിച്ചിട്ടുണ്ട്. എന്താണ്? അക്യൂട്ട് ആംഗിള്. ആംഗിൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ്? കോണുകൾ. എന്താ? ആംഗിളുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ അക്യൂട്ട് ആംഗിളിൻ്റെ മലയാളമാണ് ന്യൂനകോൺ. എന്താ ഈ ന്യൂനകോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിനകത്തിലെ മെഷർ എപ്പോഴും എന്താ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ, ഞാൻ മലയാളത്തിൽ എഴുതാഞ്ഞത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിലാണോ നിങ്ങളെല്ലാം ഉള്ളിൽ പഠിച്ചു വെച്ചേക്കുന്നത്? മലയാളത്തിൽ അറിഞ്ഞിരുന്നിട്ട് അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇത് റഫായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്കിനി കണക്ക് ചെയ്യുമ്പോൾ ഇത് അറിയണമെങ്കിൽ ഇത് ടെസ്റ്റിൽ തന്നിട്ടില്ല, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? 90 ഡിഗ്രിയിൽ കുറവ്. നോക്കിക്കേ, ഇവിടെ 75 ഉള്ളൂ, ഇവിടെ 45, ഇവിടെ 60. എല്ലാം എന്താണ്? 90 ഡിഗ്രിയിൽ കുറവായതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു വശം. എന്താ നിങ്ങളെ? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ മലയാളം മട്ടത്രികോണം എന്നാണ്. എ ട്രയാംഗിൾ ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ ഈസ് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അതായത് നോക്കൂ നിങ്ങൾ, ഞാൻ എല്ലാത്തിൻ്റെയും പിക്ചർ ഉൾപ്പെടെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. നോക്കിക്കേ, ഏതെങ്കിലും ഒരു, ഇവിടെ നോക്കിക്കേ, ഏതാണ്ട് ഈ ചതുരക്കട്ടയുടെ അർത്ഥം ഞാൻ നേരത്തെയുള്ള ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്താ? 90 ആണ്. ഇനി അവിടെ കട്ട മാത്രമേ ഒന്നുള്ളൂ, 90 എന്ന് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം എന്താ? അതാണ്ട് ഈ കട്ട അടിച്ചേക്കുന്നത് എന്തോത്തിനാ? 90-നാണ് കേട്ടോ. അല്ലാതെ അവിടെ മയിൽക്കുറ്റിയും അല്ലെ വീടിൻ്റെ എന്താ വസ്തുവിന് അങ്ങനൊന്നും അടിച്ചേക്കുമല്ല കേട്ടോ. ഇത് ഓർക്കണേ കുഞ്ഞുങ്ങളെ. അപ്പം ഏതെങ്കിലും ഒരു വശം 90 ഡിഗ്രി വരികയാണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളേത്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് എന്താ? ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ എന്താണ്? ആംഗിളിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട്, മറ്റേ സൈഡിൻ്റെ അടിസ്ഥാനത്തിലും 3ആണ്, ആംഗിളിൻ്റെ അടിസ്ഥാനത്തിലും 3ആണ്. അക്യൂട്ട് എന്ന് വെച്ചാൽ ന്യൂനകോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏത് സൈഡും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. 3 സൈഡും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. പക്ഷേ ഒരു റൈറ്റ് ആംഗിൾ മൊത്തോടെ കൂടുമ്പോൾ എത്ര വരണം? 180 ആണ്. അത് മറക്കല്ലേ. ഒരു റൈറ്റ് ആംഗിളിൻ്റെ മെഷർ എപ്പോഴും 180 കുഞ്ഞുങ്ങളെ. അപ്പോൾ ഓരോ വശവും 90-ൽ കുറവുമായിരിക്കണം. ഓക്കെ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു, ഇതിപ്പോൾ തിരിച്ചും വരയ്ക്കാം നമുക്ക് കേട്ടോ. സമയപരിധി കൊണ്ട് ഞാനിങ്ങനെ വരച്ച് വെക്കാഞ്ഞതാണ്. എന്താണ്? ഏതെങ്കിലും ഒരു വശം എത്ര കുഞ്ഞുങ്ങളെ? 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ എന്ത് പറയും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാംഗിളൂടെ ഉണ്ട്, ഏതാ? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വശം എന്താ? 90-ൽ കൂടുതലായിരിക്കണം. മനസ്സിലായോ? ആദ്യത്തേത് 90-ൽ കുറവായിരിക്കണം, രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു വശം 90 ആയിരിക്കണം, മൂന്നാമത്തേത് എന്താ? 90-ൽ കൂടുതൽ. ട്രയാംഗിൾ ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ഈസ് കാൾഡ്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് കേട്ടാൽ എന്താ നിങ്ങളെ? 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം. കണ്ടോ, ഇവിടെ 120 അല്ലേ? 90-ൽ കൂടുതലല്ലേ? അങ്ങനെയുള്ളതിനെ എന്താ നിങ്ങൾ പറയുന്നത്? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ ആംഗിളുകളെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമുക്ക് ടെസ്റ്റിനകത്തിലെ കണക്ക് നോക്കൂ കുഞ്ഞുങ്ങളെ. കണ്ടേ, നിങ്ങളുടെ ഇതാണ് നമ്മുടെ ടെസ്റ്റിലെ പിക്ചർ. എന്നിട്ട് ഇത് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് വരയ്ക്കണം. അപ്പോൾ അത് ഇങ്ങനെ വരയ്ക്കാമെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വരയ്ക്കണം. അതായത് ഒരു ത്രികോണത്തിൻ്റെ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്, എന്തെല്ലാം വരയ്ക്കണമെന്ന് നമുക്ക് ആദ്യം നോക്കാം. 2 ത്രികോണങ്ങളും ഇതൊക്കെ എഴുതിയേക്കുമോ ഇതെങ്ങനെ വരയ്ക്കണമെന്ന്. അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണമെന്നറിയാം. അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കുക? ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരയ്ക്കണം. 3 നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. സ്കെയിലിൽ 0 മുതലാണ് എടുക്കേണ്ടത് കേട്ടോ. അത് മറക്കല്ലേ. സ്കെയിലിൽ 0 മുതലാണ് 3 എടുക്കേണ്ടത്. അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നോക്കൂ നിങ്ങളെ, 0 മുതൽ 3 സെൻറ്റിമീറ്റർ വന്ന് നിൽക്കുന്നിടത്ത് നിങ്ങൾ ഇച്ചിരി കളറിൽ കൊടുത്തോ. കാരണം എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത്ര 3 സെൻറ്റിമീറ്റർ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് കോമ്പസിൽ നമ്മൾ ആ 3 സെൻറ്റിമീറ്റർ, ഇനി നമുക്ക് സ്കെയിൽ മാറ്റി വെക്കാം. കോമ്പസ് എടുത്തിട്ട് ആ 3 സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടോ, അത് 2 മൂലയിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണമെന്ന്. ഫസ്റ്റ് നമുക്ക് ഈ മൂലയിൽ വെച്ചിട്ട് വരയ്ക്കാം. കണ്ടോ, മനസ്സിലായോ ഞങ്ങളെ? ഇനി എന്ത് ചെയ്യണം? ഇതിവിടെ വെച്ചല്ലേ വരച്ചത്, അപ്പോൾ ഇനി അത് ഇവിടെ വെച്ച് വരയ്ക്കാം. അല്ലെങ്കിൽ സ്കെയിലും പെൻസിലും ഒക്കെ പുതിയത് വാങ്ങിച്ചോ? സ്കൂൾ തുറന്നപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിച്ചോ?
ഒക്കെ വാങ്ങിക്കണം കേട്ടോ. ഈ വർഷം മുതൽ വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ, കാരണം നിങ്ങൾക്ക് പഠിക്കാനുണ്ടത്. ഇനി നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വശങ്ങൾ നോക്കിക്കോ കുഞ്ഞുങ്ങളെ. നമ്മൾ ഇവിടെ എത്ര എടുത്തത് നോക്കണേ കറക്റ്റായിട്ട്. 3 സെൻറ്റിമീറ്റർ അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 3 സെൻറ്റിമീറ്ററാണ്. ഇനിയും നോക്കിക്കേ, ഈ സെൻറ്ററിൽ തൊട്ടിട്ട് കേട്ടോ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പരം. ഈ സെൻറ്ററിൽ തൊട്ടിട്ട് ഇതാണ്ട് ഇതിനെ സർക്കംഫറൻസ് എന്നാണ് കേട്ടോ, ചുറ്റളവെന്നാണ്. ഇത് നമ്മൾ സർക്കിളല്ലേ വരയ്ക്കുന്നത്, ആ സർക്കിളിൻ്റെ ചുറ്റുമുള്ളത്. സെൻറ്ററിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരച്ചാലും, സെൻറ്ററിൽ നിന്നാണ് അതിനെ നമ്മൾ എന്താ പറയുന്നത്, റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്. അപ്പോൾ നോക്കിയേ, സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ വരച്ചതിൻ്റെ പേരെന്താണ്, റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ്. ആണല്ലോ കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങൾ ഇങ്ങനെ എങ്ങനെ വെച്ച് നോക്കിയാലും, ഇവിടെ നിന്ന് നോക്കിയേ എങ്ങോട്ട് വരച്ചാലും, നോക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ടെസ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? എങ്ങോട്ട് വരച്ചാലും എന്താ, അത് 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. സംശയമുണ്ടോ? അതാണ്ട് കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എങ്ങോട്ട് നമ്മൾ ഇതിനെ തൊട്ടിട്ട് വരച്ചാൽ എന്താ, 3 ആയിരിക്കും കേട്ടോ. അതിന് സംശയമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ടെസ്റ്റിലെ പടവ. കണ്ടോ, ഈ പടവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എളുപ്പമല്ലേ വരയ്ക്കാൻ? ആണല്ലോ. ഇത് ഡോട്ടിടാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന്ന് എങ്ങോട്ട് വരച്ചാലും എന്താ, അത് 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി നോക്കിക്കേ, ഇതാണ്ടേ ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, നമ്മൾ ഇവിടെ ഒരു കൂട്ടിമുട്ടിയതാണ്ട് ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ, അവിടോട്ട് വെക്കുമ്പോൾ എത്ര വരുമെന്ന് നോക്കിക്കേ കുഞ്ഞുങ്ങളെ. കാണുന്നുണ്ടോ? അതെ, 0യിൽ നിന്നും കറക്റ്റ് അതും 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. കണ്ടോ? ഇനി അവിടുന്ന് താപ്പോട്ട് ഇങ്ങോട്ടാക്കി, അതും എത്ര, 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ എത്രയൊക്കെയാണ് അവിടെ വരുന്നത്? ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. വരയ്ക്കാൻ പഠിച്ചോ കുഞ്ഞുങ്ങളെ? ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? അതായത് ആദ്യമേ 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. എത്ര? 3 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഈ അറ്റത്തും വെർട്ടെക്സിലും ഈ അറ്റത്തും എന്ത് കൊടുക്കുക, അവിടെ വെച്ച് കോമ്പസ് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് രണ്ടിടത്തും സർക്കിൾ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഇവിടെ കുത്തുക. ചെറിയ എളുപ്പമല്ലേ? ആണല്ലോ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് അതാണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഈ പടം കുഞ്ഞുങ്ങളെ, ഇത് നമുക്ക് വരയ്ക്കാം. നോക്കിക്കേ, സെയിം തന്നെ വരയ്ക്കാം. സെയിം എന്താ പറഞ്ഞത്, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ കേട്ടോ. അവരതിൻ്റെ തന്നെ തൊട്ടാ, പക്ഷെ നമ്മൾ വേറെ വരയ്ക്കാം, നമുക്ക് വേറെ വരയ്ക്കാം. നോക്കിക്കേ, 3 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചു. ഇനി നമുക്ക് സ്കെയിൽ വേണ്ട. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ സ്കെയിൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കുത്തി പഴയ പടം തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമുക്ക് അതിൽ വെച്ചൊരു സ്റ്റാർ വരയ്ക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ചാടി പോവാന്നോ, ചിരിച്ചാട്ടം കൂടിയ കോമ്പസാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ. ചിരിച്ചാട്ടക്കാരിയ. അപ്പം എന്താ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിൽ വെച്ചിട്ട് ഇവിടെ കുത്തി, പിന്നെ ഇനി എവിടെ, ഇങ്ങേ മൂലയെ വെച്ചിട്ട്, ഞാനീ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, 2 സൈഡിലും വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ പിടികിട്ടിയോ? എന്താ കുഞ്ഞുങ്ങളെ, 2 സൈഡിലും 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും വെച്ച് വരയ്ക്കാം. അത് തന്നെ നമ്മൾ ആദ്യം വരച്ചേ അല്ലേ. ഇനി അവർ പറഞ്ഞേക്കുന്നത് നോക്കിയേ, നമ്മൾ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ആണല്ലോ, ഇത്ര 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോൾ 0-ൽ കുത്തി, പിന്നെ 1-ൽ കുത്തി, പിന്നെ 2-ൽ കുത്തി, 3-ൽ കുത്തി. ഇവിടെ അതുപോലെ തിരിച്ച് എന്ത് ചെയ്യുക കുഞ്ഞുങ്ങളെ, 0-ൽ കുത്തി അല്ലേ, പിന്നെ 1-ൽ കുത്തി, 2-ൽ കുത്തി, 3-ൽ കുത്തി. അപ്പോൾ പിടികിട്ടിയോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്തോ ചെയ്യണം, അതങ്ങ് ജോയിൻ ചെയ്തേ, അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്തു. കുത്താ ജോയിൻ ചെയ്തു കേട്ടോ. കുത്തിട്ട എന്തിനാന്ന് കുഞ്ഞുങ്ങളെ, ഇപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ബാക്കിയുള്ളത് അങ്ങ് മായ്ച്ച് കളയാം. വെറുതെ നമ്മൾ വരച്ചെന്നാന്ന് വിചാരിക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ വരച്ചേ ഒക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ലൈറ്റായിട്ട് വരച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ മായ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ മായ്പില്ലയോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പേപ്പറും വലിച്ച് കീറി ഒരു വൃത്തി വരത്തില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോൾ എന്താണ്, നമ്മളെപ്പോഴും കണക്ക് ഒരു ടീച്ചർ എടുത്ത് നോക്കുമ്പോൾ എന്താ, വൃത്തി വേണം കേട്ടോ, വൃത്തിയായിരിക്കണം. അപ്പം നമ്മൾ വരച്ചെന്ന് അറിയാത്ത രീതിയിൽ വായിക്കണം. കണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി എന്ത് ചെയ്യണ്ടേ, നമുക്ക് ഇവിടെ എത്രയൊക്കെയായിരുന്നു, ഇവിടെ നോക്കിക്കേ, 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം നമ്മൾ ഈ 1-ലും 2-ലും ഇവിടെ ഉണ്ടല്ലേ, 1-ഉം 2-ഉം വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ, ഈ 1-ലും 2-ലും ഇതിൻ്റെ കുത്തു വരിക, എന്നിട്ട് 0 വെളിയിൽ കൊടുക്കുക, ഇവിടെ 3-ലും കുത്തുക.
ഇപ്പോൾ പിടികിട്ടിയോ? ചെറുതായിപ്പോൾ ഇതിൻ്റെ ഇരട്ടി വെച്ച് വരയ്ക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾക്കപ്പം കൺഫ്യൂഷൻ ആവും ഇത് എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെഷർ തന്നെ എടുത്തത് കേട്ടോ കുഞ്ഞുങ്ങളെ. അതായത് 3 സെൻറ്റിമീറ്ററാണ് നിങ്ങളുടെ സ്കെയിലിൽ എടുത്തത്. ഇത് ഓക്കെ ആണല്ലോ ഫസ്റ്റ് ലൈന്. എന്നിട്ട് നിങ്ങൾ ആ കോമ്പസ് താണ്ട് സ്കെയിൽ ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് എന്താ 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുക. 3 എടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വെക്കണമെന്നല്ല, നമ്മുടെ ഈ നടുക്ക് 1ലും 2ലും നമ്മുടെ ഈ പിക്ചർ വരിക. 1ലും 2ലും നേരെ അതുപോലെ തിരിച്ചും എന്താണ് 1ലും 2ലും തന്നെ വെക്കുക. 1ലും 2ലും ആന്നേ. എന്നിട്ട് 3ലായിരിക്കും ഇപ്പോൾ വരച്ചത് വരേണ്ടത്. ഇച്ചിരി സമയം എടുക്കും കേട്ടോ, ചാടിക്കേറിയൊന്നും നമുക്ക് മെഷർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ 1ലും 2ലും ആയിരിക്കണം നമ്മുടെ ഈ ഇവിടെ ഇരിക്കുക. എന്നിട്ട് കണ്ടോ ഇവിടെ അപ്പം നേരെ വരും. 1 മുതൽ 3 വരെ ആന്നേ. 0 മുതലാണേ കുഞ്ഞുങ്ങളെ, 0 മുതൽ 3 വരെ കണ്ടോ. ഇങ്ങനെ നിങ്ങൾ ഡോട്ട് വെച്ചൊരു സ്റ്റാർ വരയ്ക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ പിടികിട്ടിയോ? ആദ്യത്തെ ഇത് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ആദ്യത്തെ ലൈൻ നമ്മൾ ഈ വരച്ചതാണ് കേട്ടോ. ഇത് ആണ് ആദ്യത്തെ. ഇനി അതിൽ 3 സെൻറ്റിമീറ്ററിൽ എന്താണ് നിങ്ങളുടെ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ എനിക്കറിയാം. ഇത് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം കേട്ടോ. അതായത് നമ്മുടെ ടെസ്റ്റിലെ ഈ പിക്ചറാണ് കണ്ടോ. ഈ പിക്ചറാണ് നമ്മളിപ്പോൾ വരച്ചത്. കുത്തുകൾ ഉപയോഗിച്ചിട്ട് ത്രികോണം വരയ്ക്കാൻ. കുത്തുകൾ ഉപയോഗിക്കാനൊക്കെ അറിയാവേ. ഇനി നമ്മൾ ഇനി ഈ പിക്ചർ തന്നെ നമ്മൾ കളറ് കൊടുത്ത് വരയ്ക്കാനാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്. എങ്ങനെ വരയ്ക്കുക അവർ പറയുന്നുണ്ട്. ദാണ്ടെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുത്തു കൊടുക്കുക. സെൻറ്റർ കറക്റ്റായിട്ട് അറിയണേ, കാരണം നമ്മുടെ ദാണ്ടെ ഈ കണ്ടോ ഇതിൻ്റെ നടുക്കായിട്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെ ഏത് രീതി വേണമല്ലോ, നിങ്ങളുടെ ക്രയോൺ ഉണ്ടോ കുഞ്ഞുങ്ങളെ? ക്രയോണോ സ്കെച്ചോ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ നോക്കി കുഞ്ഞുങ്ങളെ, ഇതൊന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ അകത്തൂടെ പോയേക്കുന്ന ആ വരയുണ്ടല്ലോ അത് ഫുള്ള് അങ്ങ് മായ്ക്കുക കേട്ടോ. അത് ഫുള്ള് അകത്തെയാണേ മായ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സെൻറ്ററിലോട്ട് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത്? ദാണ്ടെ ആ അകത്തെ വരയൊക്കെ മായ്ച്ച് കളയുമ്പം ദാണ്ടെ ഈ അകത്തെ സെൻറ്ററിലോട്ട് ദാണ്ടെ ഇങ്ങനെ വരയ്ക്കണമെന്ന്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ കൈ ക്രയോൺ ഉണ്ടെങ്കിലേ ആ ക്രയോൺ വെച്ച് നിങ്ങൾക്ക് വരച്ചാൽ നല്ല അടിപൊളി പടങ്ങളൊക്കെ ആയിട്ട് അങ്ങ് മാറുമെന്ന് കേട്ടോ. വേറെ ലെവലാവും. വരച്ച് വേറെ ലെവലാക്കല്ലേ. കണ്ടോ ഇച്ചിരി നീങ്ങിപ്പോയി അല്ലേ. ഇത് ഞാൻ ഇച്ചിരി വലുത് വരയ്ക്കണമെന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ. കാരണം ഒരു 6 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ 6 വെച്ച് വരച്ചാൽ ഞാൻ അതിൻ്റെ ഇരട്ടി വെച്ച് 3ൻ്റെ ഇരട്ടിയല്ലേ 6. ആ 6 വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആക്കാഞ്ഞത് കേട്ടോ. ഇനി ഈ അകത്തെ വര മായ്ച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ, കളറ് കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. കളർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. നിങ്ങളിത് വരച്ചിട്ട് കണ്ടിങ്ങനെ കളർ കൊടുക്കണേ. ഫസ്റ്റ് ആദ്യം വരച്ച ഇതിന് കളറ് കൊടുക്കുക. ക്രയോൺ ആകുമ്പോഴൊക്കെ എളുപ്പം വരയ്ക്കാൻ പറ്റും കേട്ടോ. ക്രയോണോ അല്ലെ സ്കെച്ചോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം കളർ കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ പെൻസിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി സമയം എടുക്കും കണ്ടോ. ഫസ്റ്റ് താണ്ടെ ഇങ്ങനെ വരും. സെക്കൻഡ് താണ്ടെ അടിയിലത്തെ എൻ്റെ കയ്യിലില്ല കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഞാൻ ചുമപ്പടിക്കാമെന്ന് വിചാരിച്ച്. ഉള്ളതല്ലേ ചെയ്യാൻ പറ്റൂ. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സമയം പോകുന്നുണ്ടല്ലോ കണ്ടോ. ഇവിടെ എന്താണ്, അതായത് എൻ്റെ ഓപ്പോസിറ്റിൽ വേറെ കളർ കൊടുക്കാൻ. ഇനി ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ഏത് രീതി വേണമെങ്കിലും. അത് നിങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ. കാണുന്നുണ്ടോ? ഇത് നിങ്ങൾ ക്രയോൺ വെച്ച് വരയ്ക്കുമ്പോൾ വൃത്തിയാവും കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു എന്ന് വെച്ചാൽ നോക്കിക്കേ, അടിക്കലത്തെ ഇവിടുന്ന് ഇത് വേറെ ഒരെണ്ണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ മണ്ടയ്ക്ക് ഇത് വെക്കുവാന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ തോന്നില്ലേ? ഇത് ക്രയോൺ വെച്ച് വരയ്ക്കണം കേട്ടോ. നിങ്ങൾക്കൊന്നും തോന്നല്ലേ കുഞ്ഞുങ്ങളെ? ഈ പിക്ചറാണ് കേട്ടോ. ഈ പിക്ചറാണ് കണ്ടോ. ഇത് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ. ഇനി നമ്മളാണ്ട് ഈ വരച്ച് വന്നപ്പോൾ ഇതിനെ ഇനി നമ്മൾ ആ അകത്തേത് അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ, ഈ അകത്തേത് മായ്ച്ച് കളഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾ യുക്തിപരമായിട്ട് അങ്ങ് ചെയ്യണം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കിലോട്ട് പോകാം. നോക്കൂ കുഞ്ഞുങ്ങളെ, വരയും കണക്കും. എന്താണ് വരയും കണക്കും? അപ്പോൾ ആ പാഠത്തിലോട്ട് ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും പറയുന്നത്. കേട്ടുന്നോ? മറ്റേ കളർ അടിക്കാനൊക്കെ നിങ്ങളങ്ങ് ചെയ്യണം കേട്ടോ.
അപ്പം നോക്കിക്കേ, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം നമുക്ക്. എന്താ നിങ്ങളെ, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. നമുക്ക് 3 മെഷറാണ് തന്നിരിക്കുന്നത്. ഇപ്പം എന്താണ്, ഒരു 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, ഇപ്പം 6 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യും? മനസ്സിലായോ? 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? നമുക്ക് പറ്റുമോ? പറ്റും, കൊള്ളാം. ഇങ്ങോട്ട് നോക്ക്. നമ്മൾ 3 സെൻറ്റിമീറ്റർ ആവും. ഞാൻ ആദ്യമേ പറഞ്ഞ എത്ര? 3 സെൻറ്റിമീറ്റർ. നോക്കിക്കോണേ. അപ്പോൾ 0 മുതൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക. 0 മുതൽ 3 സെൻറ്റിമീറ്റർ. നിങ്ങൾ പേന വെച്ച് വരയ്ക്കല്ലേ, പെൻസിൽ വെച്ച് തന്നെ വരയ്ക്കണം. ഞാനിത് പിന്നെ നിങ്ങൾക്ക് അവിടെ വരെ തെളിഞ്ഞ് കാണാൻ വേണ്ടി പേന വെച്ച് വരച്ചാൽ. ആദ്യം എത്ര നിങ്ങളെ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ ആണോ? അടുത്തത് 5 സെൻറ്റിമീറ്റർ നമ്മുടെ കോമ്പസിൽ എടുക്കുക. എത്ര? 5 സെൻറ്റിമീറ്റർ. 0 to 5. കണ്ടോ? 0 to 5 കോമ്പസിലാണേ കുഞ്ഞുങ്ങളെ. എന്നിട്ട് നമ്മളെന്താ, ഒന്നുകിൽ ഇപ്പുറത്തോ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് മുകളിൽ നിന്ന് ദാണ്ട് ഇങ്ങോട്ട്, ഇതിനെ ആർക്ക് എന്നാണ് പറയുന്നത്. എന്താ ആർക്ക്? ദാണ്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതിന് സംശയമില്ലല്ലോ. അടുത്ത എത്ര ഞാൻ പറഞ്ഞത്? 6 സെൻറ്റിമീറ്റർ. അതും നമ്മൾ 0യിൽ കുത്തിയിട്ട് 6 സെൻറ്റിമീറ്റർ എടുക്കുക. 6 തന്നെയാണ്. എന്നിട്ട് ദാണ്ട് ഇവിടെ വെച്ചിട്ട് തിരിച്ച്, കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണോ അതിന് നേരെ നമ്മുടെ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അതിന് നേരെ വരയ്ക്കണേ. മേപ്പോട്ടങ്ങ് വരച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ? ഇവിടുന്ന് ഇപ്പം പിടികിട്ടിയോ? ഇപ്പം എങ്ങനെയുണ്ട്? കുട പിടിച്ച് നിൽക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? അതെന്താണെന്നറിയോ? ബാക്കി വന്നത് മായ്ച്ച് കളയാഞ്ഞിട്ട കേട്ടോ, അല്ലാതെ പോച്ച കിളിച്ച് നിൽക്കുകയൊന്നുമല്ല. എന്താ നിങ്ങളെ, ഇത് മായ്ച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. എന്താ, ഇത് രണ്ടും കൂടെ വന്ന് ജോയിൻ ചെയ്ത്, അതായത് ആദ്യം നമ്മൾ എത്ര 3 എടുത്തു, പിന്നെ എത്ര നിങ്ങളെ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇവിടുന്ന് മേപ്പോട്ട്. ഇവിടുന്ന് നമ്മളെടുത്തത് 6 സെൻറ്റിമീറ്റർ ആയി. നമുക്ക് കിട്ടിയില്ലയോ? ഇത് രണ്ടും കൂടെ യോജിക്കുന്നതാണ്ട് ഇവിടെ കിട്ടിയില്ലയോ നിങ്ങളെ? ഓക്കെ ആണോ? ഇനി ഇതിനെ നമുക്ക് പല രീതിയിലും ചെയ്യാം. ആദ്യം ഞാൻ 3 അല്ലേ എടുത്തത്, ഇനി ഞാൻ എന്തെടുക്കുക? ആദ്യം ഒരു 5 വെച്ചൊന്ന് നോക്കട്ടെ. നോക്കട്ടെ. നോക്കൂ നിങ്ങളെ, 0 to 5 ആണേ ആദ്യം എടുത്ത ഞാൻ 5. സോറി, താഴെയാങ്കിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട കാര്യമില്ലല്ലേ. 5 സെൻറ്റിമീറ്റർ. 5ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 5 എടുത്തു. ഇനി നമ്മൾ എന്താ എടുക്കണേ? എടുക്കാനുള്ള 3 സെൻറ്റിമീറ്റർ എടുക്കാം. 3 എണ്ണം എടുക്കണ്ടേ? അപ്പം 3 സെൻറ്റിമീറ്റർ. 3 അത് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. ഇച്ചിരി വലുതായിട്ട് അങ്ങ് വരച്ചോ, പിന്നെ അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി. ഇനി എത്ര? അപ്പം നമ്മൾ എത്രയൊക്കെ എടുത്തു? ആദ്യം 5 എടുത്തു, പിന്നെ 3 എടുത്തു. ഇനി ഒരു 6 എടുക്കണം അല്ലേ? 6 ആകുമ്പോൾ ഇവിടുന്ന് ഒരു 6 എടുത്തു. ഇത് രണ്ടും കൂടെ എവിടെ വന്ന് കൂട്ടിമുട്ടുന്ന നിങ്ങളെ നോക്കിയേ. ഇവിടുന്ന് ദാണ്ട് ഇവിടെ വന്ന് കൂട്ടിമുട്ടി. കണ്ടോ? ഇതോ ഇവിടുന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഞാൻ എത്ര എടുത്തത്? ഇത് 6 എടുത്തു. ഓരോന്നും എടുക്കുന്ന ഓർത്തോണ്ട്, സോറി, ഇത് 5 എടുത്തു, പിന്നെ ഇത് 3 എടുത്തു, ഇത് 6 എടുത്തു. ഇപ്പം മനസ്സിലായോ? ഈ ഒരു സെൻറ്റിമീറ്ററിനെ തന്നെ നമ്മൾ 2 രീതിയിൽ ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ ചെയ്യാതാ, നമ്മൾ താഴെ 6 സെൻറ്റിമീറ്റർ വരച്ചു. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താ, 6 സെൻറ്റിമീറ്റർ വരച്ചു. ഈ വരയ്ക്കുമ്പം ഓരോന്നും എത്രയെന്ന് അറിയണം. 6 സെൻറ്റിമീറ്റർ വരച്ചു. പെൻസിൽ വെച്ച് എഴുതുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? പിന്നെ എത്ര? 6 എടുത്തു. ഇനി നമുക്ക് എന്താ 5 എടുക്കാം. 0യിൽ വെച്ചിട്ട് 5 എടുക്കുക. 0യിൽ വെച്ചിട്ട് 5 എടുക്കുക. കണ്ടോ? ഇനി എത്ര? ഇനി ഒരെണ്ണം ഉണ്ടല്ലോ 3. അത് 3. നിങ്ങളുടെ കോമ്പസ് എപ്പോഴും നല്ലതായിരിക്കണം കേട്ടോ. 3ന് നമ്മൾ ഇവിടുന്ന് ഇവിടെ കുത്തി ഇങ്ങോട്ട്, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ലൈനിലോട്ട് വരയ്ക്കുക. എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടോട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ എത്ര എടുത്തു? ഇവിടെ 5 എടുത്തു, ഇവിടെ 3 എടുത്തു. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ നിങ്ങളെ? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് നമുക്ക് തരുന്നുണ്ട്. 3 സൈഡ് ഇവിടെ എത്ര? 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഈ 3 രീതിയിലും വരയ്ക്കാം. ആൻസർ ഒന്നായിരിക്കും.
ഓക്കെ, ഇപ്പം തന്നെ 30 മിനിറ്റ് ആയി കുഞ്ഞുങ്ങളെ. ബാക്കി പടം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരയ്ക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടേരെ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞോ. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ അടുത്ത ബാക്കിയായിട്ടിടാം. താങ്ക് യു.